السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. أعوذ بكلمات الله التامات من شر ما خلق. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു നൽകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും സമാധാനം നൽകണേ എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ദിവസങ്ങളും കൊല്ലങ്ങളും മാസങ്ങളും വളരെ പെട്ടെന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റജബ് മാസം നമ്മൾ നിന്ന് പെട്ടെന്ന് കഴിഞ്ഞുപോയി. ശഅബാൻ മാസം നമ്മൾ നിന്ന് പെട്ടെന്ന് കഴിഞ്ഞുപോയി. റമളാൻ മാസം ഇതാ നമ്മൾ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞുപോയി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ആരാധനകൾ വളരെ കുറവാണ്. ആ ആരാധനകൾ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഒരിക്കലും നീ തട്ടപ്പെടരുത് റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസം അനുകൂലമാകുന്നവരുടെ കൂട്ടത്തില് സാധുക്കളായ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ദിക്റുകൾ, സ്വലാത്തുകൾ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നും മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ഉമ്മ മരണപ്പെട്ടു പോയ ആളുകൾ, ഉപ്പ മരണപ്പെട്ടു പോയ ആളുകൾ, ഭർത്താവ് മരണപ്പെട്ടു പോയ ആളുകൾ, ഭാര്യ മരണപ്പെട്ടു പോയ ആളുകൾ, മക്കള് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, ജ്യേഷ്ഠനിയന്മാര് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റൂല. നമ്മളുടെ ഈ സന്തോഷങ്ങൾ കാണാൻ നമ്മളെ കൂടെ അവരില്ല. നോമ്പ് തുറക്കാൻ നമ്മളെ കൂടെ അവരൊന്നില്ലല്ലോ. അള്ളാഹുവെ, അവരുടെ ഖബർ നീ വിശാല
വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അത് കാരണം ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ മേഖലയിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. മക്കളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ മജ്ലിസ് കാണുന്നവരെ നീ പ്രത്യേകം ഏറ്റെടുക്കണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് റമദാൻ ശരീഫിൽ റമദാൻ 1 മുതൽ 30 വരെയും ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ആ ദിക്ർ, ആ പ്രാർത്ഥന നമ്മൾക്ക് ഒരുമിച്ച് ചെല്ലാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹു സ്വീകരിക്കട്ടെ. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ ദറജ ഉയർത്തി തരണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ധാരാളം ദിക്ർ ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഈ ദിക്ർ കാരണം പരിശുദ്ധമായ റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന കുടുംബങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കണം. കഴിയുന്ന ആളുകളൊക്കെ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. യാ ലത്തീഫു എന്ന ഇസ്മ ചേർത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. യാ ലത്തീഫു എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കാവല് ചോദിക്കുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ യാ ലത്തീഫു എന്ന് പറയുന്ന ഇസ്മ എല്ലാ ദിവസവും 129 പ്രാവശ്യം പറയാ. കഴിയുന്ന ആളുകളൊക്കെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും 129 പ്രാവശ്യം യാ ലത്തീഫു യാ അല്ലാഹ് എന്ന് പറയണം.
അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ യാ ലത്തീഫു അഗ്സിനി, അല്ലാഹുമ്മ യാ ലത്തീഫു അഗ്സിനി, അല്ലാഹുമ്മ യാ ലത്തീഫു അഗ്സിനാ, 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 അല്ലാഹുമ്മ യാ ലത്തീഫു അഗ്സിനാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ യാ ലത്തീഫ് എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് സമ്പത്ത് നൽകണേ അല്ലാ, സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കല്ല അല്ലാ, ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ, കടം വാങ്ങേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് എത്തിയ എത്രയോ ഉമ്മമാരുണ്ട്, അവരെ കാക്കണേ റഹ്മാനെ, അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കല്ലാ. ഇൻഷാ അല്ലാഹ് ഈ നമ്മൾക്കൊരു തസ്ബീഹ് ചൊല്ലാം. തസ്ബീഹ് നമ്മളെ ജീവിതത്തിൽ ഏതൊക്കെ തസ്ബീഹുകളുണ്ടോ അതൊക്കെ നമ്മൾ പതിവാക്കണം. സ്വർഗത്തിൽ വലിയ മുതൽക്കൂട്ടായിരിക്കും തസ്ബീഹ് എന്ന് പറയുന്നത്. സ്വർഗത്തിലെ കൃഷിയാണ് തസ്ബീഹ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന തസ്ബീഹുകളൊക്കെ ധാരാളം നമ്മൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് റമളാൻ മാസം എന്നൊക്കെ പറഞ്ഞാൽ തസ്ബീഹുകളും ദിക്റുകളും സലാത്തുകളും അധികരിപ്പിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് ആരും അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ എല്ലാവരും തസ്ബീഹ് ചൊല്ലി അനാവശ്യമായ വാക്കുകൾ, അനാവശ്യമായ സംസാരങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ചീത്ത സംസാരങ്ങൾ പരിശുദ്ധമായ റമളാൻ ഷരീഫിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ചീത്ത സ്വഭാവങ്ങൾ, ചീത്ത സംസാരങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ട് ദിക്റിലായി, സ്വലാത്തിലായി, ഖുർആൻ ഖത്തം തീർക്കുക, ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഇതാണ് റമളാൻ ഷരീഫിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സുബ്ഹാന റബ്ബി വ ബിഹംദി
വബിഹംദിഹി സുബ്ഹാന റബ്ബി 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 വബിഹംദിഹി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, സ്വർഗ്ഗത്തിൽ നല്ല ഒരു സീറ്റ് നൽകി സാധുക്കളായ നമ്മയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ലാ ഹൗല നമ്മൾ ചൊല്ലുകയാണ്. ലാ ഹൗല പല രൂപത്തിൽ മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇങ്ങനെ പല രൂപത്തിലും ലാ ഹൗല നമ്മളെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെല്ലാൻ പോകുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇത്ര മാത്രം. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല എന്ന് പറയുന്നത് എല്ലാ രോഗത്തിനും മരുന്നാണ്, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന് മരുന്നാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ചെല്ലണം. റമളാൻ അല്ല, റമളാൻ കഴിഞ്ഞാലും നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു ദിക്റാണ്, എന്നും ചെല്ലണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, 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 ലാ ഹൗല വലാ ഖുവത
ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ പരമദയാലുവായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ലാ ഹൗലയുടെ ബർക്കത്ത് കൊണ്ട് റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എത്രയോ ഉമ്മമാര് ലക്ഷക്കണക്കിൽ കടമുണ്ടെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. ഈ റമളാനിന്റെ ഈ മജ്ലിസിന്റെ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കടക്കാരാക്കല്ല അല്ലാഹ്. നല്ല ജോലി കൊടുക്കല്ല, കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കല്ല, എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ റഹ്മാനെ, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേർത്ത ഒരു ദിക്ർ നമ്മൾക്ക് ചെല്ലാം. എല്ലാവരും ആത്മാർത്ഥയോടെ ചെല്ലുകയും നമ്മളെ മജ്ലിസ് മറ്റുള്ള ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കാരണം ഒരാൾ നമ്മളെ മജ്ലിസിൽ വന്ന് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് അതിനാരും മടിക്കണ്ട. അവർ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളെ ഉത്തരവാദിത്തം, നിങ്ങളെ കാര്യങ്ങൾ നിറവേറ്റുക, അഥവാ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു മജ്ലിസ് ഉണ്ട്, ദിക്റും സലാത്തുകളും മാത്രമാണ്, അനാവശ്യമായ സംസാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവരോട് ഇതിൽ പങ്കെടുക്കാൻ പറയാ. അതുപോലെ തന്നെ കമന്റിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ആമീൻ പറയുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയൊക്കെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാഹ്. ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാം ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ മിൻ ഹമ്മി വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്,
സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി നജ്ജിനാ വക്ഷിഫ് ജമീഅ അദിയത്തിൻ വസിരിഫ് മകായിദൽ ഇദാ വൽതുഫ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി നഫിസിൽ ഖുറബാ അനിൽ ആസീന വൽ അതബാ വകുല്ല ബലിയത്തിൻ വവബാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഫകം മിൻ ഹിമ്യത്തിൻ ഹസലത് വകം മിൻ ദുല്ലത്തിൻ ഫുസിലത് വകം മിൻ നിഖ്മത്തിൻ വസലത് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് വകം അഗ്നൈത ദൽ ഉസ്രി വകം മൗലൈത ദൽ ഫഖരി വകം ആഫൈത ദൽ ബിസ്രി ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ലഖദ് ലാഖത് അലൽ ഖൽബി ജമീഉൽ അർളി മർഹബി ഫഅൻജി മിനൽ ബലസ്സബി ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് അതൈനാ ത്വാലിബിർ റിഫദി വജുല്ലിൽ ഖൈരി വസഅദി ഫവസ്സി മിന്നതൽ ഐദി ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് വഇൻ തർദുദ് ഫമന്നാതി ലിനൈലി ജമീ ഹാജാതി അയാ ജാലിൽ മുലിമ്മാതി ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി ഇഗ്ഫിർ വഅക്രിംനാ ബിനൈലി മത്വാലിബിൻ മിന്നാ വദഫി മസാഅത്തിൻ അന്നാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് إلهي أنت ذو لطفي وذو فضل وذو عطف وكم من قربة تنفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصل على النبي البري بلا حد ولا حسر وآل سعادة غري وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله سبحان الله അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം
പ്രതിഫലം നൽകട്ടെ. അഫ്ളൽ الذിക്ർ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. اللهم صل على النور وأهله 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 أستغفر الله العليم 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 أستغفر الله العليم. അല്ലാഹു സ്വീകരിക്കട്ടെ. ഹജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. സർവ്വ സങ്കടങ്ങളും നീ അകറ്റിത്തരണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ രാജാധിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസിൽ ചൊല്ലിയത് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചാണ് ഈ മജ്ലിസിൽ ഇരുന്നിട്ടുള്ളത്. ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ
എല്ലാ വേദനകളും ശിഫയാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ അസുഖങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, വൃക്കക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ കരളിന് പ്രശ്നമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. വേദനയാണ്, മക്കൾക്ക് അസുഖമാണ്, ഭർത്താക്കന്മാർക്ക് അസുഖമാണ്, ഭാര്യമാർക്ക് അസുഖമാണ്, കുടുംബക്കാർക്ക് അസുഖമാണ്, ഉമ്മാക്ക് ഉപ്പാക്ക് അസുഖമാണെന്ന് പറഞ്ഞവരുണ്ട്. ശിഫ കൊടുക്കണേ അല്ലാ, ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും അതിന്റെ വൈറസുകൾ നശിപ്പിക്കണേ റഹ്മാനെ. കീറി മുടിക്കേണ്ട രോഗങ്ങളെ തൊട്ട് തോലണേ റഹ്മാനെ. ക്യാൻസർ, ഷുഗർ, പ്രഷറിനെ തൊട്ട് കാക്കണേ അല്ലാ. കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, ചെവിവേദന, പനി, അതുപോലെ തന്നെ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ ശിഫ കൊടുക്കണേ റഹ്മാനെ. ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാ, വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, കടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, കടക്കാകലാക്കരുത് അല്ലാ. പരിശുദ്ധമായ ദിനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. കടങ്ങൾ വീടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ, മറ്റൊരാൾ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ പടച്ചോനെ, അനുഗ്രഹിക്കണേ പടച്ചവനെ. ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അവർക്കൊക്കെ നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല. തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരിക്കലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാ. പലിശയെ തൊട്ട് കാക്കണേ റഹ്മാനെ, പലിശയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പലിശയെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് അവരെ മക്കളെ നല്ല ക്യാഷ് കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ജോലി ശരിയായിട്ടില്ല. നല്ല ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാ. അവരെ സങ്കടത്തിലാക്കല്ല അല്ലാ. ജോലിയില്ലാതെ ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ഉദ്ദേശിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. അവരെ വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണ്, എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിൽ നിന്ന് മക്കളെ കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് എത്രയും പെട്ടെന്ന് വിവാഹം ശരിയാക്കി കൊടുക്കണേ അല്ലാ. നല്ല വിവാഹം നൽകണേ അല്ലാ, നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. മക്കൾക്ക് ഈമാൻ നൽകണേ അല്ലാ. ഇബാദത്തുകൾ നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. പടച്ചവനെ, ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. സ്നേഹമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, സിഹർ, കണ്ണേറ് കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. അത്തരം പൈശാചികമായ ശത്രുക്കളെ തൊട്ട്, ശത്രുക്കളെ തൊട്ട്, അസൂയാലുക്കളെ തൊട്ട് കാക്കണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനും മക്ബൂലുമായ മബ്രൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകണേ റഹ്മാനെ, നൽകണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട് അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കൾ ഭർത്താക്കന്മാരുണ്ട് അല്ലാ. അതുപോലെ തന്നെ വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാര്, അവരെ ഭാര്യ ഭർത്താക്കന്മാര്, കുടുംബക്കാര്, മക്കളുണ്ട് അല്ലാഹുവേ. ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ കൂട്ടുകാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് അല്ലാ. മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മജ്ലിസ് കാണുന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈമാനും തഖ്വയും നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. അസൂയാലുക്കളെ തൊട്ടുകാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ആക്സിഡന്റ് പോലത്തെ ഷർറുകളെ തൊട്ടുകാക്കണേ അല്ലാ. വെള്ളപ്പൊക്കത്തിനെ തൊട്ടുകാക്കണേ അല്ലാ. കവർച്ചക്കാരെ തൊട്ടുകാക്കണേ അല്ലാ. അക്രമകാരികളായ മൃഗങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ, ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. ഒരുപാട് കാലം രോഗശയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും, ജീവിതത്തിലും, കുടുംബത്തിലും, വീടുകളിലും ഒക്കെ, ജോലികളിലൊക്കെ നിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. സാമ്പത്തികമായ
ഹല്ല് നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളെ കാക്കണേ പടച്ചവനെ, ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കല്ലാ. സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സങ്കടത്തിലാക്കല്ല അല്ലാ. എന്നും ഈ മജ്ലിസ് കാണുന്നവരുണ്ട്, അവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. സ്വർഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം നിനക്കറിയാം, എല്ലാം നിനക്കറിയാം. എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും അകറ്റണേ അല്ലാ. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഉച്ചക്ക് 1 മണിക്ക് പഠിക്കേണ്ട അടിപൊളി ഒരു വിഷയമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതെല്ലാവരും അതിൽ കേട്ടുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.